ഓക്കേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇയർ റിങ്സ് ഉണ്ടല്ലോ, കുളത്തുള്ള ടൈപ്പ് ഇയർ റിങ്സ്, ഇതുപോലത്തെ ഹാങ്ങിങ് ടൈപ്പ്, ഇതിൻ്റെ ഹുക്ക് അപ്പോൾ പറഞ്ഞു വന്ന പോലെ നമുക്ക് ഹാങ്ങിങ്സ് ഇതെങ്ങനെ ചെയ്തെടുക്കാം, ഈ ഹാങ്ങിങ്സ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഹാങ്ങിങ്സിൻ്റെ അത്ര പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഒരു ഐപ്പിന്നാണ്. ഈ സാധനം, ഈ ഹാങ്ങിങ്സ് ഒക്കെ ഇല്ലേ, അതായത് മുത്ത് പോലത്തെ കാര്യങ്ങൾ, കുങ്കുരു ഒക്കെ നമുക്ക് തൂക്കിയിടാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലേ, ആ സാധനം അതാ വേണ്ടത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, എളുപ്പമാണ്, കാണിച്ചു തരാം. ഇതിപ്പം ഒന്നല്ലേ നമുക്ക് വിരൽ കൊണ്ട് ഇങ്ങനെ വളയ്ക്കാം, ഒരു നീളം കണക്കാക്കിയിട്ട് നമുക്ക് പുറയിലോട്ട് എന്തോരം വേണം എന്ന് കണക്കാക്കിയിട്ട് അതിനനുസരിച്ച്. അതിന് മുന്നേ ഒരു കാര്യമുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതായത് ഈ കണ്ണി ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ വേണം, ഇതിൻ്റെ പുറയിലോട്ടായിരിക്കണം വളയ്ക്കേണ്ടത്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഞാൻ ആദ്യം വളച്ചത് തെറ്റിപ്പോയി. ഇങ്ങനെ വേണം ചെയ്യാൻ, കണ്ടോ? ഇങ്ങനെ വളച്ചിട്ട് പിന്നെ ഈ പ്ലെയർ ഉപയോഗിച്ച് ഇതിന് പുറയിലൊരു ചെറിയ കുളത്ത് പോലെ, ഒരു കുഞ്ഞു വാല് പോലെ പുറയിലിട്ടൊന്ന് വളച്ച് വയ്ക്കുക. സാധാരണ നമ്മൾ ഹുക്കിന്, കമ്മലിൻ്റെ ഹുക്കിന് കണ്ടിട്ടില്ലേ, അങ്ങനെ. കണ്ടോ? ഫോക്കസ്. ഇങ്ങനെ വേണമെങ്കിൽ ഫ്രണ്ടിലും കൂടെ ആ ഒരു ഷേപ്പിന് അങ്ങനെ ചെയ്യാം, ഒന്നൊരു കുഴി പോലെ ആക്കാം കുറച്ച്. ഇതിങ്ങനെ ഇപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഇയർ റിങ്സിന് കാണുന്ന ആ ഒരു കുളത്തിൻ്റെ ഒരു ആകൃതി വന്നിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ, അത്ര പെർഫെക്ഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ, ഒരു കുഞ്ഞ് സ്വർണ്ണ കളറുള്ള ഒരു ബീഡ് അതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് കുറച്ചുകൂടി ഒരു വിശ്വാസ്യത കിട്ടും. മീൻസ് ആർട്ടിഫിഷ്യൽ അല്ല, നമ്മൾ ഉണ്ടാക്കിയതല്ല, തട്ടിക്കൂട്ടല്ല എന്ന് ആൾക്കാർക്ക് മനസ്സിലാവും, അതിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കുഞ്ഞ് സ്പ്രിങ് അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാനകത്തേക്ക്. ക്ലിയർ ആണോ എന്നറിയില്ല, നോക്കൂ. കണ്ടോ? ഇങ്ങനെയുണ്ട്. നമ്മൾ ചെയ്തതാണ്, നമ്മൾ ഇവിടെ മൈപ്പിന്ന് വെച്ചിട്ടുണ്ടാക്കിയൊരു ഹാങ്സ് ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇതാണ് ഒരു ട്രിക്ക്. അപ്പോൾ ഇനി നോക്കുമ്പം ഇയർ റിങ്സ് ചെയ്യാൻ നോക്കുമ്പോൾ ഹാങ്സ് ഇല്ലെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു ഐപ്പിന്നും ഈ ബീഡും സ്പ്രിങ്ങും ഉണ്ടാവണമെന്നില്ല, അതൊരു ആഡംബരമാണ്. വേണമെച്ചാൽ ചേർത്താൽ മതി, അടുത്ത് നമുക്ക് ചെയ്യാം.